ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് പറയാനാണ്. ഇതിനും തെറ്റി ചുമ്മാരിയോടെ. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് രീതിയും ഡയലോഗ്സ് ഉണ്ട്, കുറച്ച് കമൻസ് ഉണ്ട്. അതിന് ആദ്യം തന്നെ ഒരു മറുപടി ആദ്യമേ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ മറുപടി അവർക്കാണ്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? എൻ്റെ പണികളെല്ലാം തീർത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും പോയി ആ പണികൾ എടുത്തുകൊള്ളാം. നിനക്ക് പല്ലവരുടെയും പച്ച ഇറച്ചി തിന്ന് മതിയായില്ലേ? പച്ച ഇറച്ചി ഞാൻ തിന്നാറില്ല. ആക്ച്വലി ഞാൻ അങ്ങനെ ഇറച്ചി തിന്നുന്ന ഒരു ടൈമിലുള്ള ആളല്ല. എനിക്ക് ഭയങ്കര ഒരു പാഷനൊന്നുമില്ല ഇറച്ചി തിന്നുക എന്നുള്ളത്. മീനാണെങ്കിൽ തിന്നാം, വല്ല പച്ചമീൻ തിന്നൂടെ എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഫേവറബിൾ എന്ന് ഞാൻ പറയും. നാട്ടുകാരുടെ കാര്യം നോക്കാതെ സ്വന്തം വീട്ടു കാര്യങ്ങൾ നോക്കിക്കൂടെ? എൻ്റെ വീട്ടിലെ കാര്യം നിന്റെ തന്തകളിന് അല്ല, വേണ്ട വേണ്ട വേണ്ട, ഡീസൻ്റ് ആവും. എൻ്റെ വീട്ടിലെ കാര്യം നിങ്ങളുടെ പിതൃക്കൾ വന്ന് നോക്കണ്ട, ഞാൻ നോക്കിക്കൊണ്ട്. പോയിന്റ് വീഡിയോ കിട്ടിയില്ലേ? മണി മിണ്ടത് ചുപ്പുരഹോ. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പ്ലീസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള നാട് ഏതെന്നറിയാമോ? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ നാടാണ്, പ്രത്യേകിച്ച് കേരളം. 100% ലിറ്ററസി സാർ. 100% ലിറ്ററസി ഉള്ള നമ്മളുടെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഏറ്റവും കൂടുതലുള്ള ഒരു നാടാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദബോൽക്കറുടെ മരണം. അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ്. ആ മനുഷ്യനെ നാട് റൂട്ടിൽ വെച്ച് വെടിവെച്ചങ്ങ് കൊന്നുകളഞ്ഞേ പറ്റുള്ളൂ. ശങ്കികൾ, അന്ധവിശ്വാസം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ചങ്കുകൾ. അവരെന്ത് ചെയ്തു? വെടിവെച്ച് കൊന്നുകളഞ്ഞു. BJPക്കെതിരെ സംസാരിച്ചു എന്ന് പറയുന്നത് ഗൗരി ലങ്കേഷ് കറയും ഇതുപോലെ കൊന്നുകളഞ്ഞു. ഇവർ രണ്ടുപേരെയും കൊന്നത് ഒരു തോക്കാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഒരേ ഉണ്ടയാണെന്നും പറയുന്നുണ്ട്. അത് പ്രാക്ടിക്കലാണോ അല്ലയോ എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. മൊത്തം ഇവർ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം സതി നിർത്തലാക്കാൻ ഈ പറയുന്ന ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിൽ മാത്രം നടന്നിരുന്ന ഒരു ആചാരമാണ് സതി. അതൊരു അന്ധവിശ്വാസമാണ്. എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. പക്ഷെ എന്നാലും അന്ധമായ ചില വിശ്വാസങ്ങൾ മൂലം മറ്റുള്ളവർക്ക് ഹാനികരമാകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത്തരം അന്ധവിശ്വാസങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ യുക്തിവാദി സംഘടനകൾ മെനക്കെട്ട് ഒരു കരട് രേഖയുണ്ടാക്കി നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. ഒരു 9 വർഷം മുമ്പ് കൊടുത്തിരുന്നു. ആര്? മാൻഡ്രേക്കിൻ്റെ സർക്കാരിൻ്റെ സമയത്താണ്. പക്ഷെ അദ്ദേഹം അത് നോക്കിക്കൊണ്ടിരുന്നു. അതങ്ങനെ നടപ്പിലാക്കി അങ്ങേര് അന്നേ എടുത്ത് ദൂരെ അറിയും. അതിൽ അമ്പലങ്ങളിലേക്ക് പോകുന്നതൊന്നും പ്രശ്നമല്ല കേട്ടോ, അതൊന്നുമല്ല. അന്ധവിശ്വാസം എന്നെ മീൻസ് അത് ഞാൻ വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ തരാം. എന്താണ് അന്ധവിശ്വാസം എന്നുള്ളത് ചെറിയൊരു ഇത് തരാം. ഇപ്പം നമ്മൾ പാസ്റ്റർമാരൊക്കെ ഉണ്ട്, ഹോളിലിയോ സൂത്രം കർത്താവ് എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രവാദം ഉണ്ടാക്കും. നമ്മുടെ മറ്റേ അച്ഛനില്ലേ, കൃപാസനം അച്ഛൻ, അത് അന്ധവിശ്വാസത്തിൻ്റെ മൂർധന്യാവധി. എണ്ണ തേച്ചാൽ മാറും, ആ പത്രം ചമ്മന്തി അരച്ച് തിന്ന അസുഖം മാറും എന്നൊക്കെ പറയുന്നത് അത് അന്ധവിശ്വാസമാണ്. അത് ഹാംഫുള്ളാണ്. കാരണം പത്രമൊക്കെ അരച്ച് കറി വെച്ച് തിന്നാൽ, ചമ്മന്തി അരച്ച് തിന്നാൽ കല്യാണം നടക്കുമെന്നൊക്കെ പറയുന്നത് അന്ധവിശ്വാസമല്ലേ? പോയിട്ട് ഇനി നമുക്ക് മുസ്ലിമിലേക്ക് വരാം, ഇസ്ലാമിയയിലേക്ക് വരാം. ഇവർ ഈ മുട്ടയ്ക്കകത്തൊരു സുന ചെയ്യും. ശിവനെ അറബൊക്കെ എഴുതി വെക്കും മുട്ടയ്ക്കകത്ത്. എന്നിട്ട് കാത്തില മയത്തിന് 10 കോക്കലൂന എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൂടോത്രം ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. ഈ സുന എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ട മനുഷ്യനത് ക്രോസ് ചെയ്ത അന്ന് പട്ടി പോകുന്ന അവരുടെ തല പൊട്ടി തെറിയുമെന്നൊക്കെയാണ് പറയുന്നത്. സത്യമാണോ അല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും ദുഷ്ടതരമാണ്. ഇത് വെറ്റുകൾ ചെയ്യുന്നുണ്ട്. കുറേ മന്ത്രങ്ങളൊക്കെ ഓതും. ആയത്തൊക്കെയാണ്, എന്തൊക്കെയോ ആയത്തുകൾ ഓതും. അതിൽ കൂടെ ആളുകൾക്ക് പണി കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഈ വിഭാഗം. അടുത്ത നമുക്ക് ഹിന്ദുമതം. അത് പിന്നെ പറയേണ്ട, ഇതിൻ്റെയൊക്കെ ആശാശാട്ടന്മാരാണ്. ഒരു കോഴി അങ്ങോട്ട് പിടിക്കും, കഴുകി തറക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കുങ്കുമവും 2 ചെമ്പരത്തി പൂവും കൂടെ കൊണ്ടുവന്ന് ഇരയ്ക്കകത്ത് വെച്ച് ആരുടെയെങ്കിലും മുറ്റത്ത് കൊണ്ടുവന്നിട്ടാൽ മനുഷ്യ അവിടെ ഒന്നും ചെയ്തിട്ട് പോലും ഉണ്ടാകത്തില്ല, ഒരു മന്ത്രം അതിനകത്ത് ഉണ്ടാകത്തില്ല. പക്ഷെ ഇത് കണ്ടവൻ അന്ന് ബോധം കെട്ടി വീണ അന്ന് തീർന്നു. അതും ഒരു തരം ഗൂഢോത്രമാണ്. ഇതൊക്കെയാണ് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അമൃതാന്തമയില്ലേ, അത് ഫസ്റ്റ് ക്ലാസ് അന്ധവിശ്വാസമാണ്. കാരണം അവരൊരിക്കലും ദൈവമല്ല, അവരെ ദൈവമായിട്ട് വായിക്കണം. ആ ദൈവങ്ങൾ സായിബാബ, ഇങ്ങനെ കുറേ ഉണ്ട്. സായിബാബയിലല്ല, വേറൊരു ബാബയില്ലേ, ഇവരൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. നമ്മളൊരു ആൾമേറ്റി വിശ്വസിക്കുന്നുണ്ട്. ശിവചരിതം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് ദൈവം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലാണ് ഞാനുള്ളത്, നീ തന്നെയാണ് ഞാനെന്ന ദൈവം എന്നാണ് പഠിപ്പിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. ഞാൻ വലിയ ജ്ഞാനിയൊന്നുമല്ല. പഴയ 10ാം ക്ലാസ് നേരത്തെ പറഞ്ഞതിന് എല്ലാവരും കൂടെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാൻ പഴയ 10ാം ക്ലാസ് തന്നെയാണ്. 10 ജയിച്ച് +2 കഴിഞ്ഞു. +2 പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ ക്വാളിഫിക്കേഷനിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരേണ്ട. ഞാൻ ഡിഗ്രി ഹോൾഡറാണ്, അതും ലിറ്ററേച്ചർ മെയിനാണ്.
അപ്പോൾ നേരത്തെ എന്തുകൊണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നുണ്ട്, ഈ പെൺപിള്ളേർക്കുള്ള സ്ഥിര പരിപാടിയാണ്, എന്തെങ്കിലും പറയുമ്പോൾ ഇംഗ്ലീഷ് അതിനകത്ത് കുത്തിക്കയറ്റും. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് കുത്തിക്കയറ്റൽ. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് കുത്തിക്കയറ്റൽ. യു നോ, they can speak in Malayalam. What is the problem? I am a Malayali. They are also a Malayali. Why they are kutikettal this kind of English inside this? That is the reason I am talking English against them. That is the reason I said I am only 10th class. Okay. ഇപ്പം ഞാനിത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ നാഗസൈരേന്ദ്ര രവി ഇല്ലേ, തോൽ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് ഇതിനകത്ത് ടാലി ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞിട്ടാണ്. ദബോൽക്കർജി മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ റെസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിനോടുള്ള ആദരവിൻ്റെ അനുസരിച്ച് മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കിയതാണ് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല്. ഇതനുസരിച്ചിട്ട് ആൾ ദൈവങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഡുവൽ സാധനങ്ങൾ, മാജിക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കളി, അതൊക്കെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. അതിനെതിരെ ഭയങ്കരമായിട്ട് പൊരുതിയ ഒരു മനുഷ്യനാണ് മരണപ്പെട്ട് വീണത്. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഗവൺമെൻറ് തന്നെ നിർദ്ദേശിച്ചിട്ടും അദ്ദേഹം പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ നടന്നിട്ടാണ് അദ്ദേഹത്തിന് വെടിവെച്ച് കൊന്നുകളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിൽ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ, നമ്മുടെ മോങ്ങിയണ്ണൻ്റെ ഗുജറാത്തിൽ 3 ഈ ബില്ല് പാസ്സായിട്ടുണ്ട്. പക്ഷേ ഇവരെക്കാളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന, ഇവരെക്കാളൊക്കെ ഫോർവേഡഡ് ആയിട്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇന്നും ആ കരട് ബില്ല് ഇതുപോലെ അവിടെ ഫയലിനകത്തിരിക്കുകയാണ്. സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടില്ല? ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. നാഗസൈരേന്ദ്രി ആണെങ്കിൽ പോലും MDMA കൂക്കികളൊക്കെ അവിടെ കിടന്ന് കറങ്ങണ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല? കൂക്കു ടീമുകളെല്ലാം അവിടെ കിടന്ന് കറങ്ങുന്നത് ഇതെല്ലാം MDMAയുടെ ടീമുകളാണ്. ഇവറ്റുകളെല്ലാം അവിടെ കിടന്ന് കറങ്ങി പിടിച്ച് ആ പെണ്ണുമ്പിളയെ ദൈവമാക്കി വാഴിച്ചങ്ങ് കൊണ്ടുവരികയാണ്. ഇപ്പം നമ്മൾ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു നടത്തി പച്ചയിറച്ചി തിന്നുന്നത്. ഞാൻ പച്ചയിറച്ചി തിന്നാറില്ല, കറി വെച്ചേ തിന്നാറുള്ളൂ. ഞാൻ വാങ്ങിക്കുന്ന ഞായറാഴ്ച മാത്രമാണ്. ഞായറാഴ്ച പച്ച ഇറച്ചിയല്ല, പഴുത്ത ഇറച്ചിയല്ല, കറി വെച്ച ഇറച്ചിയാണ് ഞാൻ തിന്നുന്നത്. അവരെൻ്റെ പച്ചയിറച്ചി എവിടെ ഇരുന്ന് തിന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ട? ഞാൻ അപ്പോഴൊന്നും ഉണ്ടായിരുന്നത് എന്താണെന്നറിയാം. എനിക്കറിയാം കർമ്മ എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് എൻ്റെ കയ്യിൽ കൊണ്ടുതരുമെന്ന്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 1829 ബംഗാളിലാണ് 1829 സതി നിർത്തലാക്കിയത് കേട്ടോ. ഞാൻ ഡേറ്റ് ഞാൻ തെറ്റി പറയണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് വഴക്കുന്നു വരും. എനിക്ക് ഡേറ്റ് എപ്പോഴും തെറ്റിപ്പോകും. 1829 സതി നിർത്തലാക്കിയത് ബ്രിട്ടീഷ് ഗവൺമെൻറ്. അതൊരു അന്ധവിശ്വാസമായിരുന്നു. ഭർത്താവ് മരണപ്പെട്ട ഉടനെ തീയിലെടുത്ത് ചാടുക എന്നുള്ളത് എല്ലാ പെണ്ണുങ്ങളുടെയും ഒരു തമാശയായിരുന്നു. അത് നിർത്തലാക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് പറ്റൂല, ഞാനും ചാടും, സതി ഇവിടെ നിർത്തലാക്കാൻ പറ്റുന്ന ബ്രിട്ടീഷ് ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിവിടെ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കർശനമായിട്ട് ആ സംഗതി നിർത്തലാക്കപ്പെട്ടു. ഇന്ന് അതിന് എല്ലാവരും അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു. അതിന് ശിവഭഗവാന്റെ ജീവചരിത്രമായിട്ട് എന്തോ ബന്ധമുണ്ട്? ചുമ്മാതെയൊന്ന് അതൊന്നുമല്ല. അത് ആ ദേവി മരണപ്പെട്ടതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ചുമ്മാ ശുദ്ധ പോച്ചത്തരമാണ്. അത് ശിവഭഗവാൻ മരണപ്പെട്ടതിൻ്റെ ആ ചതിയിലേക്കല്ലല്ലോ അവർ ചാടിയത്. അപ്പം അതൊക്കെ ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ബില്ല് ഇവിടെ പാസ്സാക്കണമെന്ന് എനിക്ക് തോന്നിയത് എപ്പോഴെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഒരു കോട്ടയത്ത് ഒരു വിഷയം നടന്നില്ലായിരുന്നു. ഒരു മുഹമ്മദ് 2 ലോട്ടറി വിൽക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് നരബലി നടത്തിയില്ലേ? അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ ഇത് സിവിയറായിട്ട് ആക്ഷൻ എടുക്കേണ്ട ഒരു ഘട്ടത്തിലാണുള്ളത്. ഇതിനെതിരെ ആക്ഷൻ എടുക്കണം, ആളുകൾ പ്രവർത്തിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു തോന്നൽ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഏതായാലും ഈ വീഡിയോ പിടിച്ച ആ പയ്യനുണ്ടല്ലോ, അവൻ പൊളി, ഒന്നും പറയാനില്ല. മറ്റുള്ളവർക്ക് തോന്നാത്ത ഒരു കാര്യം ആ കുട്ടിക്ക് തോന്നിയെങ്കിൽ അത് വളരെ കാര്യം. നല്ല തേഞ്ഞൊട്ടുന്ന ഒരു സിനാരിയോണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കാണാം. എന്റെ തൊഴിലാണ് കുട്ടി. എന്ത് ദൈവത്തിന്റെ പേര് പറഞ്ഞ പൈസ ഗൂഗിൾ പേ പറയാ, ഗൂഗിൾ പേ നമ്പർ പറയുന്നത്. ദൈവത്തിന് എന്തിനു പൈസ, ദേവിക്ക് എന്തിനു പൈസ? ജീവിക്കാം. ഒരു മനുഷ്യ ദൈവം എന്നുള്ളൊരു സംഭവമാണല്ലോ അല്ലേ? ബുദ്ധിയില്ലോല് ദൈവത്തോട് ചോദിക്കൂ എന്ത് ചോദ്യങ്ങൾ. വസ്ത്രം വാങ്ങി തരാനൊക്കെ ദേവിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനീ ചെറിയ ചെറിയ കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? ഭയപ്പെടണല്ല, എന്തുകൊണ്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കണ ചോദ്യം. മോനിപ്പോ എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ സംശയം അതാണ്. ആക്ച്വലി ഈ ഒരു പോർഷൻ മാത്രമാണ് ഈ കൊച്ച് പബ്ലിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും വിചാരിച്ചു കൂടെ നിൽക്കുന്നവരൊക്കെ ചിരിച്ച് എൻകറേജ് ചെയ്യുന്നുണ്ട്. എന്താണ് എൻകറേജ്മെന്റ് എന്നറിയാമോ? മോൻ എന്നോട് സംസാരിക്കണ്ടേ? അപ്പോൾ മോൻ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മറുപടി തരാതിരുന്നാൽ ശരിയാകുമോ? ഈ ചോദ്യത്തിൽ നല്ല ഉണ്ടാക്കി കൊടുത്തു നാഗസൈരേന്ദ്ര ദ്രവി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതിന് ശേഷമുള്ള ആരും കേട്ടില്ല.
അവൻ അതിന് മറുപടി തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് ആ മറുപടി? അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ തിരിച്ച് തെറിയാണോ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ലൈവ് സെക്ഷൻ നടത്തിയിരുന്ന ഒരാളാണ്. ഭയങ്കര തെറി വിളി വരും. നമ്മൾ തെറി വിളിച്ച് പോകും, അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ അത്രത്തോളം വന്ന് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് എഴുതിയിട്ട് നമ്മൾ തിരിച്ച് നല്ല പച്ചയ്ക്ക് കൊടുക്കുക തന്നെ ചെയ്യും. ലൈവിൽ നമുക്ക് നമ്മൾ ആരെയും ഒളിപ്പിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ യഥാർത്ഥ മുഖം വെളിയിൽ വന്നു പോകും ഗെയ്സ്, അതാണ് സത്യം. പക്ഷേ ഇവർ സ്വയം ദേവി എന്ന് പറയുമ്പോൾ ദൈവതുല്യായ ഒരു സ്ത്രീ തെറി എന്തിന് വിളിക്കുന്നു എന്ന ചെറുക്കൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ചുരുങ്ങി ചുങ്ങി മങ്ങി ചുക്കി അക്കി കടാം. മീഡിയയിൽ എന്തിനാണ് അവരുടെ സംശയങ്ങൾ അവരൊന്ന് ചോദിച്ചു. അത് എന്തുകൊണ്ട് തെറി വിളിച്ചിട്ട് പറയേണ്ട ആവശ്യം? കാരണം ദേവി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ആരാധിക്കുന്ന ഒരാളാവും. പിന്നെ പല കുട്ടികളും, ഞാനിപ്പോ ആരും വിശ്വാസമില്ല നിൽക്കണം. അപ്പം എനിക്ക് ആരും വിശ്വാസമല്ല, അതാണ് സത്യം. ഇല്ല അപ്പൊ അതല്ല ഞാൻ ചോദിച്ചത് ഉത്തരം കിട്ടിയില്ല. അതായത് ചെറുപ്പം മുതലേ ഓരോരുത്തർ കാണേണ്ടി എന്ത് ദൈവങ്ങളാണ്, ഇവര് വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാരെ ഇങ്ങനെ തെറികൾ വിളിക്കുമ്പോ എന്താ പറയാ, കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികൾ നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്? ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. പിന്നെ കുട്ടികൾ പിന്നെ എന്താ കാര്യം നോക്കേണ്ടത്? എല്ലാ കുട്ടികളും മാതാപിതാക്കളും ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലെ? ഈ ദൈവങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത് ഞാൻ ചോദിച്ചത്. ദേവി ദേവിയാണ്. ഈ ദേവി എന്തിനു തെറി വിളിക്കുന്നത് ഞാൻ ചോദിക്കണം. അതിന്റെ ആവശ്യം എന്താ? ആവശ്യമില്ലല്ലോ. ഉത്തരം മുട്ടി ഗൈസ്, ഉത്തരം മുട്ടി. ഒരു മനുഷ്യ ദൈവം എന്നുള്ള സംഭവമാണല്ലോ അല്ലെ? ബുദ്ധിയില്ലോ അത് ദേവിയാണെന്ന് പറഞ്ഞത് ദേവിയാണ്. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവി ആണോ എന്ന് ചോദിച്ചത്. ദേവിയാണെന്ന് പറഞ്ഞു. ദേവി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ ദേവിയാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അതുപോലെയാണോ? എല്ലാവർക്കും ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നതാണോ ഈ സംഭവം? അല്ല എന്റെ വീട്ടിൽ ഞാൻ എന്റെ കാര്യം പറയണേ. ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ അങ്ങോട്ട് വന്ന് എടുത്തിട്ടുണ്ട്, എല്ലാവരും എടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു കുഞ്ഞ് ഗുരു ദിവ്യ നഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മോനെ മനസ്സിലാവുന്നുണ്ടോ? അത് പേര് മാത്രം എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല. ദേവി എന്താണ് കാര്യം എന്ന് പറയണം. കാര്യം എനിക്ക് സംശയമാണ് എന്തുകൊണ്ട്. സംശയം? അതെ. ഓം നമ ശിവായ 75588755593 ഫോൺ പേ ഗൂഗിൾ പേ ചെയ്യും. ദൈവത്തിന് പൈസ, ദേവിക്ക് പൈസ വളരെ രസകരം. മോൻ എന്തിനാണ് കാശ്? പൈസന്റെ ആവശ്യമുണ്ടോ? അതായത് ഞാൻ നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവളെ രക്ഷിക്കാൻ അവിടെ വെമ്പല് കൊള്ളേണ ഒരു തള്ള. അവർ പറയണം തിയേറ്ററിന്റെ പുറകേക്ക് പോയിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി സംശയം ചോദിച്ച് തീർക്കുന്നു. എന്തേ കിട്ടണ വേദിയിലിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പബ്ലിക് സ്പേസിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇട്ട് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. ഈ ഗൂഗിൾ പേയിൽ പൈസ ഇടാൻ പറയണേ. ഇവരാരെടുത്തെങ്കിലും കൊടുത്തേപ്പിച്ചിട്ടുണ്ടോ ഗൂഗിൾ പേയിലേക്ക് പൈസ ഇട്ട് കൊടുക്കാനായിട്ട്? ഇവർ ജോലിയൊന്നും ചെയ്യാതെ അവിടെ കയറി ഞാൻ ദേവിയാണെന്ന് പറയുമ്പോഴത്തെ നാട്ടുകാർ പൈസ ഇട്ട് കൊടുക്കണോ ചിലവിന്? അതാണ് ശ്രീ ഉദ്ദേശിക്കുന്നത്. തെറി വിളിക്കുന്നതിന് നാട്ടുകാർ പൈസ കൊടുക്കണോ? ആ ചെക്കൻ ചോദിച്ചതാണ് പോയിന്റ്. മോനെ എനിക്ക് വേണ്ടുന്ന അടിവസ്ത്രവും വസ്ത്രമൊക്കെ മോനൊന്ന് വീട്ടിലോട്ടൊന്ന് കൊടുത്തു വിടണേ. പഞ്ചസാരയും അരിയും ഉപ്പും മുളകും ഒക്കെ എനിക്ക് അതൊക്കെ വാങ്ങിക്കണ്ടേ കുട്ടി? ദൈവത്തിന്റെ കാര്യം പറയുന്നത്. ഞാൻ ഒരു നാഗാ ദിവ്യ സൈരത്രി ദേവിയുടെ കാര്യം പറയുന്നത്. മോൻ ദൈവത്തോട് ചോദിക്കൂ മോന്റെ ചോദ്യങ്ങൾ. ഞാൻ എന്റെ വസ്ത്രങ്ങൾ മോൻ ചോദിക്കുന്ന ചോദ്യം പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം. അങ്ങനെ എടുത്ത് പൈസ ഉണ്ടാക്കി ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം. അതുപോലെ ബാക്കിയുള്ളവരും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ തൊഴിലാണ് കുട്ടി. എന്ത് ദൈവത്തിന്റെ പേര് പൈസ പറയാം. ഇതെന്റെ തൊഴിലാണ്. മോനിപ്പോ എന്താ ചെയ്യുന്നത്? എന്താണ് നിന്റെ തൊഴില്? എന്താണ് നിന്റെ തൊഴില്? അവന്റെ അടുത്ത് ജെട്ടി വാങ്ങിച്ചതാന്ന് പറയുന്നതാണോ നിന്റെ തൊഴില്? അതോ ഭിക്ഷ എടുക്കുന്നതാണോ നിന്റെ തൊഴില്? തെറി വിളിക്കുന്നതാണോ നിന്റെ തൊഴില്? എന്താണ് നിന്റെ തൊഴില്? ആ പയ്യൻ സൂപ്പറായിരുന്നു കേട്ടോ. അവനെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നവർ അത്ര ബോധമുള്ളവരാണെന്നേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെയാണ് ഓരോന്ന് ജനിച്ച് വരുന്നത്. ഇത് ഞാനല്ലേ കടപ്പുറം രാധാമണിയായിരുന്നു, ഇപ്പോൾ കൺകണ്ട ദൈവമായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. എന്താണ് അവരുടെ സ്പെഷ്യാലിറ്റി? അവർ മരിക്കുന്നതിന് മുമ്പ് കല്ലായി മാറുമെന്ന് പറയുന്നത്. എൻ്റെ ആഗ്രഹം അതാണ്. അവർ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കരുത്. അവർ മരിച്ച ശേഷം മാത്രമാണ് ഞാൻ മരിക്കുന്നത്. എനിക്ക് അവർ കല്ലാവുന്നത് എനിക്കൊന്ന് കാണണം. അവർ മരിക്കുന്നതിന് ഇത്ര ദിവസം മുമ്പ് അവർ കല്ലാവുമെന്നാണ് പറയുന്നത്.
ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രത്തോളം അധപ്പതിച്ച കുറേ മനുഷ്യരുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ വരുന്നതും ഇതുപോലെ മുഹമ്മദ് പെൺകുട്ടികളെ നരബലിക്ക് വിധേയരാക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. വിശ്വാസങ്ങളാകാം, അന്ധവിശ്വാസങ്ങൾ വളരെ റോങ് ആണ്, വളരെ മോശമാണ്. ഇവിടെ നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരു കുത്തിയോട്ടമുണ്ട്. അത് നിർത്തലാക്കാനായിട്ട് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം കൊടുത്തിട്ടും ഇന്നും അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് എന്താണ് അതിൻ്റെ സിസ്റ്റം എന്നറിയുമോ? അത് കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഷോക്കിടാവും. ഉന്നത കുലജാതർക്ക് വേണ്ടിയിട്ട് താഴ്ന്ന കുലജാതരുടെ കുട്ടികളെ നേർച്ചയായിട്ട് അവിടെ കൊണ്ടേൽപ്പിക്കുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവരാണ് ഈ കുത്തിയോട്ടത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ക്രൈം സെക്ഷൻ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷനകത്ത് ഇടപെട്ടിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുപാട് വിശ്വാസങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇവിടെ യുക്തിവാദികൾ നിരന്തരം ഇതിനെതിരെ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. വേണ്ടതും വേണ്ടാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളതുകൊണ്ട് ഇവൻ പറയണത് സത്യമോ അവൻ പറയണത് സത്യമോ എന്നുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു യഥാർത്ഥ രീതിയിലുള്ളൊരു മാധ്യമ പ്രവർത്തനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പലരിലേക്കും പലതും എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതിൻ്റെ അർത്ഥം ഇതൊന്നും ഇല്ല എന്നല്ല. ഇവിടെയുണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ. മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നതാണ്, സമൂഹത്തിന് ആപത്താണ്. ഈ സ്ത്രീക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യാതെ അവിടെ ഇരുന്നു കൊണ്ട് ലൈവ് സെക്ഷൻ നടത്തി പിച്ചയെടുക്കുന്നതിന് അവരെ ദേവിയായി പ്രഖ്യാപിച്ച് അവരെ കൊണ്ട് നടന്ന ഉദ്ഘാടനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇതിന് മുമ്പൊരു ഇതിറങ്ങിയിരുന്നു. ബാബുസ്വാമി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ സ്ത്രീ പറയുന്ന പോഷത്തരം. അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് അവർക്ക് ഉദ്ഘാടനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന മനുഷ്യരുടെ നിലവാര തകർച്ചയാണ് ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ഏകദേശം കാര്യം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും എനിക്ക് ആ പയ്യനോട് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി അത്രയും പേര് കളിയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നിടത്ത് നിന്നുകൊണ്ട് സധൈര്യം തൻ്റെ സംശയത്തിൽ ഊന്നി പിടിച്ചവൻ ആ ചോദ്യം ചോദിച്ചെങ്കിൽ മിടുക്കനാണവൻ. ഈ പല വ്യാജ സാധനങ്ങളും മുറിക്കകത്തിരിക്കുമ്പോൾ സ്ട്രോങ് ആണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവരുടെ റിയാലിറ്റി ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇതുപോലെ ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടം പൊരി വിഴുങ്ങിയതുപോലെ നിൽക്കേണ്ടി വരും. അവൻ ചോദിച്ച ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. അത് അവളുടെ തൊഴിലാണെന്ന്. എന്ത്? പിച്ചയെടുക്കുന്നത്. അവളുടെ തൊഴിലാണ് എന്ത്? ദേവിയായിട്ട് അഭിനയിക്കുന്നത്. അവളുടെ തൊഴിലാണ് എന്ത്? തെറി വിളിക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയില്ലേ? ഇനി ഞാൻ ഇതുവല്ലോ പറയും ഇത് പച്ച ഇറച്ചി തിന്നാണ്ടിരിക്കണം പറയും. പച്ച ഇറച്ചിയും പഴുത്ത ഇറച്ചിയും ഒക്കെ തിന്നേണ്ട അവസ്ഥ വരുന്നത് അവയർനെസ് വീഡിയോ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നാണ്. ഇതിൻ്റെ അവയർനെസ് വീഡിയോ ആണ്. ആ സ്ത്രീയെ കണ്ട് കുമ്പിടാൻ തോന്നിയ നിങ്ങൾ അപമാനിക്കുന്നത് നിങ്ങളുടെ അസ്തിത്വത്തിനെയും നിങ്ങളുടെ ഇന്നർ മൈൻഡിലുള്ള നിങ്ങളുടെ ദൈവത്തിനെയുമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിനെ അപമാനിക്കാനാണ് ആ സ്ത്രീയെ ദൈവമാക്കി കൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ അവർ ദൈവാംശമുണ്ടോ? ആ ദൈവാംശമുള്ള ആ സ്ത്രീയുടെ നാക്കിൽ ഈ വികട സരസ്വതി വരുമോ? ഇനി രണ്ടാമതൊരു കാര്യമുണ്ട്. എല്ലാവരും പറയുന്നത് പിന്നെ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഇതാണെന്ന് പറയും. നിങ്ങൾ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആ ഇത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് തർക്കിക്കാൻ തോന്നത്തില്ല. ആലപ്പുഴയിലും ഇങ്ങനൊരു ക്ഷേത്രമുണ്ട്, തെറികളാണ് പറയുന്നത്. പക്ഷേ അത് എല്ലാ ദൈവങ്ങളും ഫോളോ ചെയ്യണമെന്നുണ്ടോ? എല്ലായിടത്തും അത് ഫോളോ ചെയ്യണമെന്നുണ്ടോ? അത് ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലുള്ള ഒരു കാര്യമാണ്. അവിടെ ഒരു നടയിരുത്തുമ്പോൾ അല്ലെങ്കിൽ വിഗ്രഹം ഉറപ്പിക്കുന്ന സമയത്ത് അത് ഉറയ്ക്കാത്തൊരു സാഹചര്യത്തിൽ തെറി വിളിച്ചുകൊണ്ട് ഉറപ്പിച്ചിരുത്തി എന്നുള്ളതാണ് അവരുടെ ഐതിഹ്യം. അതിനൊരു ഇതുണ്ടാകും. അത് നിർത്തലാക്കുകയോ മര്യാദപൂർവ്വമായിട്ട് അതിൻ്റെ ആ ഒരു ഇത് മാറ്റിയെടുക്കുകയോ ചെയ്യാൻ ശ്രമിക്കാത്തൊരു വിഭാഗം ഇന്നും അവിടെ ഉണ്ട്. ലെറ്റ് ദം കണ്ടിന്യൂ വിത്ത് ദാറ്റ്. അത് നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോകണ്ട. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലുണ്ടെങ്കിൽ അതിനെതിരെ ഈ പബ്ലിക് ന്യൂസൻസിന് കേസെടുക്കാൻ പറ്റും. ഒരു പബ്ലിക്കിൽ ഇതുപോലെ പറഞ്ഞ കേസുകൾ ഒരുപാട് വരാറുണ്ട്. ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ട് നടക്കുന്ന ഫംഗ്ഷനുകളിൽ മിക്കവാറും എപ്പോഴും പബ്ലിക് ന്യൂസൻസിന് കേസ് വരുന്ന ഒരു സാധനമാണ്. അത് അവരുടെ പ്രാക്ടീസ് ആണെന്ന് അവർ വാദിച്ചാണ് അവർ ഇറങ്ങി വരുന്നത്. ബട്ട് അതിനെതിരെ നമുക്ക് പ്രതികരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പം ഇത്തരത്തിലുള്ള കള്ളികളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും നീക്കി നിർത്തുകയും ചെയ്യുന്നതിന് പകരം MDMA കുക്കികൾ ഇവരെ തൂക്കിക്കൊണ്ട് നടക്കുന്നത് ഇവരുടെ കച്ചവടം ഇവരിൽ കൂടെ പൊടി പിടിപ്പിക്കാം എന്നുള്ള ആ മോഹം കൊണ്ടാണ്. കെട്ടിപ്പിടിക്കും, അണച്ചു പിടിക്കും. ആര്? അമൃത ചേച്ചി. എന്തിനാണെന്നറിയാമോ? തടവി വിടും. എന്നിട്ട് എന്തിനാണെന്നറിയാമോ? ഒരു സാധനം അങ്ങോട്ട് കൊടുക്കും. ഭസ്മ, ഇച്ചിരി പോലും ഒന്ന് പെട്ടാൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ ആളുകളെ അട്രാക്ട് ചെയ്ത് അവരെ ആ ഒരു ഇതിനകത്ത് ആക്കി വെച്ച് നടത്തിയ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്തുണ്ട് വിശദമായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ അടുത്ത ജനറേഷനെയും ഇപ്പോഴത്തെ ജനറേഷനെയും ഒക്കെ തകർക്കാൻ തക്കവണ്ണമുള്ള ആർജവത്തോടു കൂടി വളർന്നു വരുന്ന ഇത്തരം ദൈവങ്ങൾക്ക് തടയിടാൻ എത്രയും പെട്ടെന്ന് ആ കരട് രേഖ വായിച്ച് അത് പാസ്സാക്കണം. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് ഇവിടെ പാസ്സാക്കിയ ഈ ദൈവങ്ങളെല്ലാം മുട്ടയിട്ടുകൊണ്ട് ഓടും. അടി പറ്റിക്കുകയാണ് വേണ്ടത്.
ഇമാതിരിയുള്ള സാധനങ്ങൾക്ക്. നിങ്ങളൊന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കൂ. ഇവിടെ ഞാനില്ലേ മത്തിക്കാരയുടെ ഉദാഹരണം പറയും. വെട്ട വെളുപ്പിനെ എഴുന്നേറ്റ് അവൾ തേങ്ങാപ്പട്ടണത്ത് പോയി മീൻ എടുത്ത് കൊണ്ടുവന്ന് അവളുടെ ഷോപ്പിൽ വെച്ച് വിറ്റ് അവളുടെ കുട്ടികൾക്കും ബാക്കിയുള്ളവർക്ക് ആഹാരം അവൾ എത്തിക്കുന്നു. അവളുടെ കാര്യം അതിൽ കൂടെ നടക്കുന്നു. അവൾ പറയുന്ന അവളെ കൊണ്ട് 10 ഇടത്ത് കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്ത് അഭിമാനിക്കാം. തൊഴിൽ അറിയുന്നൊരു പെൺകുട്ടിയാണ് അത് രാവിലെ ഉറക്കമെഴുന്നേറ്റ് അങ്ങനെ പോയി അത് ചെയ്യുന്നില്ലേ? എന്തേ അതേ കൈകാലാവതും ആരോഗ്യമുള്ള ഈ പെണ്ണുമ്പുള അങ്ങനെ ചെയ്യത്തില്ല, ലൈവിലിരുന്ന് തെറി മാത്രമേ വിളിക്കൂ എന്ന് പറയുമ്പോൾ അവളെ ബൂസ്റ്റപ്പ് ചെയ്ത് അവളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യാനും മാത്രം അതപ്പതിച്ചോ കേരളത്തിലെ ജനത എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.